പ്രഭാതവന്ദനങ്ങൾ പ്രിയമുള്ളവരെ. വെളിപ്പാട് പുസ്തകത്തിലെ ചില വേദഭാഗങ്ങൾ വായിക്കുന്ന 3-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം മുതൽ, എങ്കിലും ഉടുപ്പ് മലിനമാക്കാത്ത കുറെ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകിയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ളയുടുപ്പ് ധരിക്കും. അവന്റെ പേര് ഞാൻ ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ എൻ്റെ പിതാവിന്റെ സന്നിധിയിലും അവന്റെ ദൂതന്മാരുടെ മുമ്പിലും അവന്റെ പേര് ഏറ്റുപറയും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. വെളിപ്പാട് പുസ്തകത്തിൽ സർദീസ് സഭയ്ക്ക് എഴുതുന്ന ദൂതിന്റെ ഒരു ഭാഗമാണ് വായിച്ചത്. സർദീസ് സഭയെക്കുറിച്ച് ജീവനുള്ളവൻ എന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്നു എന്ന ഒരു ആമുഖത്തോടുകൂടിയാണ് വെളിപ്പാട് പുസ്തകത്തിന്റെ എഴുത്തുകാരൻ ദൂത് ആരംഭിക്കുന്നത്. ചാകാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക എന്ന ഒരു മുന്നറിയിപ്പും കൊടുക്കുന്നു. എന്നാൽ ആ സഭയോട് പറയുകയാണ്, ഉടുപ്പ് മലിനമാക്കാത്ത ഒരു കൂട്ടം സർദീസിൽ എനിക്കുണ്ട്. ജീവിതവസ്ത്രത്തിൽ മാലിന്യം പറ്റാത്ത, ഞങ്ങളെ തന്നെ ശുദ്ധീകരിക്കുന്ന, യേശുവിന്റെ രക്തത്താൽ കഴുകനും വെടിപ്പും പ്രാപിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടം സർദീസിലുണ്ട് എന്ന ആശ്വാസകരമാകുന്ന ഒരു വചനമാണ് ആത്മാവിന് ആ സഭയോട് പറയാനുള്ളത്. അങ്ങനെയുള്ളവരെ കുറിച്ച് ഒരു വാഗ്ദത്തം കൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുകയാണ്. അവർ യോഗ്യന്മാരാകിയാൽ അവർ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവന് വെള്ള ഉടുപ്പും ലഭിക്കും. അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയാതെ പിതാവിന്റെ സന്നിധിയിൽ ദൂതന്മാരുടെ മുമ്പിൽ ആ പേര് ഏറ്റുപറയപ്പെടും. ഈ വാചകത്തിലാണ് ഇന്ന് പ്രഭാതത്തിൽ നമ്മളോട് പരിശുദ്ധാത്മാവിന് ചിലത് ഓർപ്പിക്കുവാനുള്ളത്. ഒരിക്കൽ രക്ഷിക്കപ്പെട്ടാൽ ആ വ്യക്തിയുടെ രക്ഷ നഷ്ടപ്പെടുമോ എന്ന കാര്യത്തെക്കുറിച്ച് കാലാകാലങ്ങളിലായി വിവിധ ഉപദേശം പഠിപ്പിക്കുന്നവരുടെ ഇടയിൽ തർക്കങ്ങളും ചർച്ചകളുമുണ്ട്. ചിലർ പഠിപ്പിക്കുന്നു, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു കഴിഞ്ഞാൽ, ജീവന്റെ പുസ്തകത്തിൽ പേര് എഴുതി കഴിഞ്ഞാൽ അതൊരിക്കലും മായ്ക്കപ്പെടുകയില്ല. പക്ഷെ ഇവിടെ സർദീസ് സഭയോട് ഒരു മുന്നറിയിപ്പ് എന്നവണ്ണം ആത്മാവ് പറയുകയാണ്, അവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ച്ചു കളയാതെ സൂക്ഷിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ജയിക്കാത്തവർ, പരാജയപ്പെടുന്നവർ, അവരുടെ ജീവിത വസ്ത്രത്തെ മലിനമാക്കാതെ സൂക്ഷിക്കുവാൻ കഴിയാത്തവർ, അങ്ങനെയുള്ളവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്നും മായ്ക്കപ്പെടുമെന്നല്ലേ. ജയിക്കുന്നവർക്ക് മാത്രമാണ് വെള്ളയുടുപ്പ് ലഭിക്കുന്നതെന്നും അവർ മാത്രമാണ് കർത്താവിനോട് കൂടെ നടക്കുന്നവരെന്നും ഈ വേദഭാഗം വളരെ കൃത്യമായിട്ട് പറയുന്നു. പ്രിയമുള്ളവരെ, വേദപുസ്തകത്തിൽ പുതിയ നിയമത്തിൽ പൗലോസ് അപ്പോസ്തലൻ മുതൽ അപ്പോസ്തലന്മാരൊക്കെ, വേദപുസ്തകത്തിന്റെ എഴുത്തുകാരൊക്കെ നാം കൃപയാൽ ലഭിച്ചിരിക്കുന്ന രക്ഷ അതിൽ നിന്ന് വീണുപോകരുത്, നമ്മെ ആക്കുന്ന നിത്യതയുടെ ലക്ഷ്യത്തിൽ നാം എത്തണമെന്നുള്ള ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് പഠിപ്പിച്ചിരിക്കുന്നു. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും കിരീടം പ്രാപിക്കുന്നവൻ ഒരുവൻ മാത്രം. അതുകൊണ്ട് പ്രാപിക്കുവാൻ തക്കോണം ഓടുക. തിമോഥെയോസിന് ലേഖനം എഴുതിയപ്പോൾ പൗലോസ് പറഞ്ഞു, ഒരുവൻ മല്ല് കെട്ടിയാലും ചട്ടപ്രകാരം പോരായികയിൽ കിരീടം പ്രാപിക്കുകയില്ല. അതേ പൗലോസ് തന്നെ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൽ പറഞ്ഞു, പിടിച്ചു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല, എനിക്കും അത് പിടിക്കാമോ എന്ന് നനച്ച് ഞാൻ പിൻപിലുള്ളതിനെ മറന്ന് ക്രിസ്തുയേശുവിലുള്ള വിരുദിലേക്ക്, ലാക്കിലേക്ക് ഓടിക്കൊണ്ടിരിക്കുകയാണ്. തനിക്കത് നേടാം എന്നൊരു പ്രതീക്ഷയോടുകൂടെ. ഇനിയും അപ്പോസ്തലനാകുന്ന പത്രോസ് എന്താണ് പറഞ്ഞത്? പത്രോസ് പറഞ്ഞു, നമ്മുടെ പ്രവാസകാലം നാം ഭയത്തോട് കഴിക്കണം. കാരണം അതിവിശുദ്ധനാകുന്ന ഒരു ദൈവത്തെയാണ് നാം പിതാവെന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് ഭയത്തോടു കൂടി വേണം നമ്മുടെ വിശ്വാസ ജീവിതം കഴിക്കുവാൻ. എബ്രായ ലേഖനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? എബ്രായ ലേഖനക്കാരൻ 10-ാം അധ്യായത്തിൽ പറഞ്ഞു, നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നി. അതേ അധ്യായത്തിന്റെ അവസാന വാക്യത്തിൽ ലേഖനകർത്താവ് പറഞ്ഞു, നാമോ നാശത്തിലേക്ക് പിന്മാറുന്നവരുടെ കൂട്ടത്തിലല്ല, വിശ്വസിച്ച് ജീവരക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിലത്രേ. ഈ വാക്യങ്ങളെല്ലാം ഒന്നിച്ചു വെച്ച് പഠിക്കുമ്പോൾ രക്ഷിക്കപ്പെട്ടു, യേശുവിനെ പിൻപറ്റുവാൻ തുടങ്ങി, വിശ്വാസ ജീവിതത്തിന്റെ യാത്ര തുടങ്ങി. ആ യാത്രയിൽ വിശ്വസ്തയോട് ലക്ഷ്യത്തെ നോക്കി വിശുദ്ധിയോടുകൂടെ നാം ഓടിയില്ലെങ്കിൽ
നഷ്ടപ്പെട്ടു പോകുവാൻ സാധ്യതയുണ്ടെന്നുള്ള ധ്വനി അല്ലെങ്കിൽ ആ ഒരു മുന്നറിയിപ്പാണ് ഈ വാക്യങ്ങളിലെല്ലാം നമുക്ക് ലഭിക്കുന്നത്. സർദീസിൽ ഒരു പറ്റം ഉണ്ടായിരുന്നു, ഉടുപ്പ് മലിനമാക്കാതെ സൂക്ഷിച്ചവർ. അവർക്ക് മാത്രമാണ് യേശുവിനോട് കൂടെ നടക്കുവാൻ വെള്ള ഉടുപ്പ് ലഭിക്കുന്നത്. അതവരുടെ നീതിയുടെ വസ്ത്രമാണ്, കർത്താവ് കൊടുക്കുന്ന വസ്ത്രമാണ്. ഒരു കാര്യം മനസ്സിലാക്കണം, കർത്താവിനെ പിൻപറ്റുവാൻ ഇറങ്ങി എന്നതുകൊണ്ട് മാത്രം, യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട് മാത്രം നാം നമ്മുടെ യാത്ര പൂർത്തീകരിച്ചു എന്ന് നനയ്ക്കരുത്. സ്ത്രീ ജീവിതം ഒരു ദീർഘമായ യാത്രയാണ്. ലക്ഷ്യത്തിൽ എത്തുന്നിടം വരെയും വിശ്വസ്തയോടുകൂടെ വചനപ്രകാരം നാം ജീവിക്കണം. അവസാനം പൗലോസ് പറയുന്നത് പോലെ പറവാനിടയായി തീരണം, ഞാൻ നല്ല പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ ലക്ഷ്യത്തിൽ എത്തുന്നിടം വരെ നമ്മുടെ ജീവിതത്തെ സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അല്ല എങ്കിൽ ഈ വചനപ്രകാരം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ സർദീസ് സഭയോട് കൊടുക്കുന്ന മുന്നറിയിപ്പുകൾ പോലെ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് പേര് മായ്ച്ചു കളവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ദുര്യോഗം നമുക്കാർക്കും ഉണ്ടാകാതിരിക്കട്ടെ. കുഞ്ഞാടിന്റെ രക്തത്താൽ നമ്മെ തന്നെ ശുദ്ധീകരിക്കാം, അവന്റെ വചനപ്രകാരം ജീവിക്കാം, അവസാനത്തോളം വിശ്വസ്തയോടുകൂടി നിൽക്കാം. അങ്ങനെയെങ്കിൽ ഉടുപ്പ് മലിനമാക്കാത്തവരുടെ കൂട്ടത്തിൽ നാമും ഉണ്ടാകും. യേശു കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന വേദഭാഗങ്ങളിൽ യേശുവിനോടൊപ്പം വെള്ളവസ്ത്രങ്ങൾ ധരിച്ച് കുതിരപ്പുറത്ത് വരുന്ന ഒരു വലിയ കൂട്ടത്തെ നാം കാണുന്നുണ്ട്. അവരെല്ലാം വെള്ളവസ്ത്രം ധരിച്ചാണ് വരുന്നത്. ആരാണത്? യേശുവിന്റെ മണവാട്ടി സഭയാണ്. ആ ആളുകളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവരെല്ലാം ശുദ്ധിയുള്ള വെള്ള ധരിച്ചു കൊണ്ടുവരുന്നു. യേശുവിനോട് കൂടെ സഞ്ചരിക്കുന്ന ആ കൂട്ടത്തിൽ മാലിന്യമുള്ള ഉടുപ്പുള്ള കുറെ പേരാണെങ്കിൽ അത് യേശുവിന്റെ ആ ഒരു ഘോഷയാത്രയ്ക്ക് എത്ര വലിയ കളങ്കമായിരിക്കും. അങ്ങനെ ആരെയും ആ കൂട്ടത്തിൽ നമുക്ക് കാണുവാൻ കഴിയുകയില്ല. പിന്നെ ആരെയാണ് കാണുന്നത്? ഉടുപ്പ് മലിനമാക്കാത്തവർ. അവരത്ര യേശുവിനെ അനുഗമിക്കുന്നവർ. അതുകൊണ്ട് ഉടുപ്പ് മലിനമാക്കാതെ ശുദ്ധിയോട് ജീവിച്ച് കർത്താവിനോടൊപ്പം അനുഗമിക്കുന്നവരുടെ കൂട്ടത്തിൽ, അവൻ എവിടെ പോയാലും അവനോടൊപ്പം കൂടെ നിൽക്കുന്ന അവന്റെ സേനയുടെ കൂട്ടത്തിൽ നമുക്കുമായിരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം. അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.